ധാരാളം സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം വർഷങ്ങളായിട്ട് അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുകയും അത് നല്ലൊരു സുഹൃബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മിക്ക സമയങ്ങളിലും വയനാട്ടിൽ വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരാതെ പോകാറില്ല. ഇപ്പോൾ സുഖമില്ലാതായതിനു ശേഷവും അദ്ദേഹം അമ്മയുടെ പ്രോഗ്രാമിനും മറ്റൊക്കെ വരുമ്പോഴും വളരെ കാര്യമായിട്ട് തന്നെ നമ്മോട് പെരുമാറുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രചനയും സംവിധാനവും അതുപോലെ തന്നെ അഭിനയവും എല്ലാം കൂടി മലയാള സിനിമയ്ക്ക് വലിയൊരു സംഭാവന നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. മലയാളക്കരയ്ക്കും അതുപോലെ തന്നെ മലയാള സിനിമാ ലോകത്തിനും അദ്ദേഹം ഒരു തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് തീരാനഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നുള്ളത് നമുക്കുള്ളൂ. അബു സലീമാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്. മലയാളി ജീവിതത്തിൻ്റെയും കണ്ണാടിയായിരുന്നു ശ്രീനിവാസൻ. അത് അക്ഷരാർത്ഥത്തിൽ ആ തരത്തിലേക്ക് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രവും നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു ചെറുപുഞ്ചിരി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ആ കലാകാരൻ ഇനി നമുക്കൊപ്പമില്ല എന്നുള്ളത് വലിയൊരു വിങ്ങലായി മാറുകയാണ്. അപ്രതീക്ഷിതമാണ് ഈ അന്ത്യം. അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനൊരു അന്ത്യം ഇപ്പോഴുണ്ടാകും എന്നുള്ളത് വളരെ അപ്രതീക്ഷിതമായി പോയി. മലയാളികളെ സംബന്ധിച്ച് ഏറെ ഞെട്ടലോടെയാണ് ഇന്ന് രാവിലെ ഈ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഉദയംപേരൂരിലെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. 1 മണിയോടെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. എറണാകുളം ടൗൺ ഹാളിലേക്ക്. അവിടെ 3 മണി വരെ പൊതുദർശനം. അതിനുശേഷം തിരികെ വസതിയിലേക്ക്. നാളെ രാവിലെ 10 മണിക്ക് വസതിയിൽ സംസ്കാരം. വസതിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, എസ് വിജയകുമാർ എന്നിവരുണ്ട്. എസ് വിജയകുമാറിലേക്കാണ് ഇനി. വിജയകുമാർ, അദ്ദേഹം അവസാന കാലം ചെലവഴിച്ചത് തൻ്റെ വസതി ഉദയംപേരൂരിലാണ്. അവിടെയാണ് അന്ത്യനാളുകൾ ചെലവഴിച്ചത്. അങ്ങോട്ടേക്ക് തന്നെ അദ്ദേഹം വിട പറയാനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും, മമ്മൂട്ടി എത്തുമെന്ന് പറയുന്നു. അതുപോലെ പ്രമുഖരായ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ നാട്ടുകാരുണ്ട്. അങ്ങനെ അവസാനം അവിടെ അദ്ദേഹത്തിന് അന്ത്യയാത്ര ചൊല്ലാൻ എത്ര പേർ, ആരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? വിവരങ്ങൾ. അനുജ, നമ്മൾ ഈ ദൃശ്യങ്ങൾ നൽകുന്നത് ഉദയംപേരൂർ കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നാട്ടിൽ നിന്ന് ഉള്ള ആളുകൾ, നാട്ടിലെ സാധാരണക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വരിവരിയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതാനും മണിക്കൂറുകളാകുന്നതേ ഉള്ളൂ. അത് പൊതുദർശനത്തിന് ഇവിടെ വീടിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വെച്ചിട്ട് കുറച്ച് മിനിറ്റുകളെ ആകുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ വരുന്നത്. ഈ നാട്ടിൽ അദ്ദേഹം താമസം തുടങ്ങിയതിന് ശേഷം ഇവിടെ ഒരു സജീവ കർഷകൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ പാടശേഖര സമിതിയും ജൈവ കർഷകരുടെ കൂട്ടായ്മകളുമൊക്കെയായി ഏറെക്കാലമായി വളരെ സജീവമായി ഇവിടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 8-9 വർഷമായി വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനെ പോലെ, ഒരു പരിസ്ഥിതി പ്രവർത്തകനെ പോലെ, അല്ലെങ്കിൽ ഒരു കർഷകനെ പോലെ അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു പൊതുപ്രവർത്തകനായി ഇവിടെ തുടരുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതവും 2018 അവസാനം തിരക്കഥ എഴുതുന്നു അദ്ദേഹം. അതിനുശേഷം പിന്നീട് അദ്ദേഹം അത്ര സജീവമായിരുന്നില്ല എങ്കിൽ പോലും ചലച്ചിത്ര പ്രവർത്തകരുമായുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ആശയവിനിമയം ഈ വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇവിടെ നിന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. ഡയാലിസിസിനായി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വഴി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ തൃപ്പൂണിത്തുറയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ അവിടെ എത്തി അധികം വൈകാതെ അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളുമൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ അവിടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്താണ്. കുടുംബാംഗങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം അവിടെയും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ആ വേദിയിൽ നിന്ന് അദ്ദേഹം കുറേ സമയം സംസാരിച്ചു. മാധ്യമങ്ങളോട് ഔപചാരികവും അല്ലാതെയും സ്വകാര്യവുമായി ഒക്കെ അദ്ദേഹം കുറേ നേരം സംസാരിച്ച് വളരെ ചിരിച്ചു സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ അതിനുശേഷം ആരോഗ്യം ഏറിയും കുറഞ്ഞും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതങ്ങനെ അങ്ങേയറ്റം വഷളാവുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും രാവിലെ വളരെ മോശമാവുകയും ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും അദ്ദേഹത്തെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഡോക്ടേഴ്സിന്റെ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.